നമസ്കാരം. ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ച സംഭവത്തിൽ മെഡിക്കൽ കോളേജിന്റെ വാദം പൊളിയുന്നു. ക്രിയാറ്റിൻ കൂടിയതുകൊണ്ട് ആൻജിയോഗ്രാം സാധ്യമായില്ലെന്ന സൂപ്രണ്ടിന്റെ വാദം തെറ്റെന്ന രേഖകൾ. സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. മരിച്ച വേണുവിന്റെ കൂടുതൽ ശബ്ദ സന്ദേശം പുറത്ത്. എനിക്ക് അഥവാ എന്തെങ്കിലും സംഭവിച്ചാലും ഈ വോയിസ് നാളെ ലോകം പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യും. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദി ഹോസ്പിറ്റലും അതിന്റെ അധികൃതരാണെന്ന് ഞാൻ വ്യക്തമാക്കിക്കൊള്ളുന്നു. മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തലപ്പത്തേക്ക് തീരുമാനം ദേവസ്വം മന്ത്രി അറിയിച്ചെന്നും ഉത്തരവ് തിങ്കളാഴ്ച പ്രതീക്ഷിക്കുന്നുവെന്നും കെ ജയകുമാർ. മുൻഗണന സുഗമമായ മണ്ഡല തീർത്ഥാടന കാലത്തിന്. സർക്കാർ തീരുമാനം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിരോധത്തിലായ സാഹചര്യത്തിൽ IAS ഉദ്യോഗസ്ഥരുടെ നിയമനം പുതിയ കാര്യമല്ലെന്ന മന്ത്രി VN വാസവൻ. ആശംസകൾ നേർന്ന് PS പ്രശാന്ത്. A beata Virgine Maria in seculo elishua Wakail. കേരളത്തിലെ ആദ്യ സന്യാസിനി മദർ എലീഷ ഇനി വാഴ്ത്തപ്പെട്ടവൾ. പ്രഖ്യാപനം നടത്തിയത് മാർപ്പാപ്പയുടെ പ്രതിനിധി കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ്. ചടങ്ങുകൾ നടന്നത് എറണാകുളം വലാർപാടം ബസിലിക്കയിൽ. മദർ എലീഷയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നത് മരിച്ച 112 വർഷങ്ങൾക്ക് ശേഷം. बेंगलुरु, फिरोजपुर से दिल्ली और लखनऊ से सहारन वंदे भारत एक्सप्रेस ट्रेन सेवाओं का एक साथ शुभारंभ किया गया है. കേരളത്തിന് 3ാം വന്ദേ ഭാരത് പ്രധാനമന്ത്രി ഓൺലൈനായി ഫ്ളാഗ് ഓഫ് ചെയ്തു. വന്ദേ ഭാരത് സർവീസ് നടത്തുക. എറണാകുളം ബംഗളൂരു റൂട്ടിൽ ദിവസേനയുള്ള സർവീസ് ആരംഭിക്കുക. 2 ആഴ്ചയ്ക്ക് ശേഷം ബുക്കിംഗ് ആരംഭിച്ചു. ആദ്യ യാത്രയിൽ RSS ഗണഗീതം ആലപിച്ചത് വിവാദമായതോടെ സമൂഹമാധ്യമ പോസ്റ്റ് നീക്കം ചെയ്ത് റെയിൽവേ. ഗാനം ആലപിച്ചത് പ്രതിഷേധാർഹമെന്ന് മുഖ്യമന്ത്രി. കോട്ടയം തിരുവഞ്ചൂരിൽ ആഭിചാരക്രിയകളുടെ പേരിൽ യുവതിക്ക് മർദ്ദനം. ഭർത്താവും ഭർതൃപിതാവും മന്ത്രവാദിയും അറസ്റ്റിൽ. ആഭിചാരക്രിയ നടത്തിയത് ശരീരത്തിൽ ദുരാത്മാവ് കുടിയേറിയെന്നാരോപിച്ച്. ഓസ്ട്രേലിയക്കെതിരായ 2020 പരമ്പര ഇന്ത്യക്ക്. 5ാം മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. കളിക്കാനായത് 4.5 ഓവർ മാത്രം. വാർത്തകൾ വിശദമായി നോക്കാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് ഹൃദ്രോഗിയായ വേണു മരിച്ച സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. തറയിൽ കിടത്തിയുള്ള ചികിത്സ പ്രാകൃതമെന്നും നാടാകെ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് കാര്യമില്ല എന്നും ഹാരിസ് ചിറക്കൽ പറഞ്ഞു. അതിനിടെ മരണപ്പെട്ട വേണുവിന്റെ ക്രിയാറ്റിൻ ലെവൽ സാധാരണ നിലയിലായിരുന്നുവെന്ന രക്തപരിശോധനാ റിപ്പോർട്ട് പുറത്തുവന്നു. സംഭവത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ആരോഗ്യമന്ത്രിക്ക് തിങ്കളാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കും. കൊല്ലം പന്മന സ്വദേശി വേണുവിനെ തറയിൽ കിടത്തി ചികിത്സിച്ചു എന്ന സംഭവത്തിലാണ് രൂക്ഷ വിമർശനവുമായി ഡോക്ടർ ഹാരിസ് ചിറക്കൽ രംഗത്തെത്തിയത്. വേണുവിനെ തറയിലാണ് കിടത്തിയിരുന്നത്. എങ്ങനെ ആധുനിക സംസ്കാരത്തിൽ തറയിൽ കിടത്തി ചികിത്സ നൽകാനാകും? പ്രാകൃതമായ നിലവാരമാണതെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു. നാടാകെ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് കാര്യമില്ലെന്നും അടിസ്ഥാന സൗകര്യ വികസനമാണ് വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ നാടൊട്ടുക്ക് മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നു എന്ന് പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്ക് വേണ്ടുന്നത് ഏറ്റവും ടെർഷറി കെയർ, അതായത് ഏറ്റവും സൂപ്പർ സ്പെഷ്യാലിറ്റി ലെവലിലുള്ള ടെർഷറി കെയർ സെന്ററുകളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതുപോലുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി തന്നെ ആണ് ഇത്തരം ഹോസ്പിറ്റലുകൾ തുടങ്ങേണ്ടത്. അപ്പം മെഡിക്കൽ കോളേജ് തന്നെ വേണമെന്നില്ല. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നമുക്ക് മെഡിക്കൽ കോളേജിന്റെ സൗകര്യങ്ങൾ തുടങ്ങുന്നതായിരിക്കും കൂടുതൽ എളുപ്പമുണ്ടായത്. അതിനിടെ മരിച്ച വേണുവിന്റെ ക്രിയാറ്റിൻ ലെവൽ കൂടുതലായിരുന്നുവെന്ന ആശുപത്രി അധികൃതരുടെ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്ന രേഖ പുറത്തുവന്നു. വേണുവിന്റെ ക്രിയാറ്റിൻ ലെവൽ സാധാരണ നിലയിലായിരുന്നു. ക്രിയാറ്റിൻ കൂടിയതുകൊണ്ട് ആൻജിയോഗ്രാം സാധ്യമാകുമായിരുന്നില്ല എന്നായിരുന്നു ആശുപത്രി അധികൃതർ പറഞ്ഞിരുന്നത്. എന്നാൽ നവംബർ 2, 3 തീയതികളിൽ നടത്തിയ രക്തപരിശോധനയിൽ ക്രിയാറ്റിൻ ലെവൽ അപകടകരമായ നിലയിലല്ല. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും വേണുവിന്റെ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ തിങ്കളാഴ്ച ആരോഗ്യമന്ത്രിക്ക് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. അതേസമയം സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തി. വരും ദിവസങ്ങളിലും പ്രതിഷേധം കടുപ്പിക്കാനാണ് തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരിച്ച വേണുവിന്റെ കൂടുതൽ ഓഡിയോ സന്ദേശം പുറത്ത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടന്ന് വേണു ബന്ധുവിന് അയച്ച ഓഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്വം ആശുപത്രി ഏൽക്കുമോ എന്നും കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം അവർക്ക് നികത്താനാകുമോ എന്നും വേണു ചോദിക്കുന്നു. ആശ്രയം തേടി വരുന്ന സാധാരണക്കാരോട് ഇങ്ങനെ മര്യാദകേട് കാണിക്കാമോ എന്നും വേണു ശബ്ദ സന്ദേശത്തിൽ ചോദിക്കുന്നു. കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ ഡോക്ടർ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം പറഞ്ഞ എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ഉടനടി തന്നെ ആൻജിയോഗ്രാം ചെയ്ത് കറക്റ്റ് ബ്ലോക്ക് മാറ്റാൻ. ഇത് 5ാമത്തെ ദിവസമായിരുന്നു അവനെ ചേട്ടാ. എവരൊക്കെ എന്ത് ഈ കുഞ്ഞു കളിക്കുന്നത്? എനിക്ക് അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ വോയിസ് നാളെ ലോകം പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യും. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ യാതൊരു കാരണവശാലും ഇതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ഒരുത്തനെയും വെറുതെ വിടുക. അവനൊക്കെ കോടതിക്ക് മുന്നിൽ കൊണ്ടുവന്ന് അവനൊക്കെ തക്ക ശിക്ഷാവിധി തന്നെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് ഞാൻ വളരെ വിഷമത്തോട് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോഴും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുകയാണ് എൻ്റെ ഈ ആൻജിയോഗ്രാം മാറ്റി വെക്കുന്നതായിട്ടുള്ള രീതി മനസ്സിലായത്. എന്തിൻ്റെ പേരിലാണെന്ന് എനിക്കറിയത്തില്ല ആൻജിയോഗ്രാം എൻ്റെ ഡേറ്റ് മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി എന്തെങ്കിലും സംതിങ് പ്രശ്നമാണെങ്കിലും എനിക്കറിയത്തില്ല. എന്ത് തന്നെയാണെങ്കിലും ഞാനത് കൊടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ ഇതൊന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ആരും നമ്മളെ സമീപിച്ചില്ല. എങ്കിൽ തന്നെയും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദി ഹോസ്പിറ്റലും അതിൻ്റെ അധികൃതരാണെന്ന് ഞാൻ വ്യക്തമാക്കിക്കൊള്ളുന്നു. സാർ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർജി പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊരിക്കലും ലിസ്റ്റ് കിട്ടിയിട്ടില്ല. ലിസ്റ്റ് കിട്ടിയാലേ പേരുണ്ടോ ഇല്ലേന്ന് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ആണെങ്കിൽ ഡോക്ടേഴ്സെല്ലാം ഇപ്പോൾ വേറെ പ്രൊസീജിയേഴ്സിലാണ്. അപ്പോൾ ഇനി 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടേ ലിസ്റ്റ് കിട്ടത്തുള്ളൂ. എന്നാലേ ബാക്കി ഇനി അതിൻ്റെ കാരണം അറിയാൻ പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാകും. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ദേവസ്വം മന്ത്രി VN വാസവൻ കൂടിയാലോചിച്ച ശേഷമാണ് അന്തിമ തീരുമാനമായത്. വിശ്വാസികളുടെ വിശ്വാസത്തെ കാത്തു രക്ഷിക്കണമെന്നും തിങ്കളാഴ്ച ഉത്തരവ് പ്രതീക്ഷിക്കുന്നുവെന്നും കെ ജയകുമാർ പറഞ്ഞു. ജയകുമാർ ഉൾപ്പെടെ 5 പേരുടെ പട്ടികയാണ് പരിഗണിക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകിയത്. പട്ടികയിൽ നിന്ന് ആരെ നിശ്ചയിക്കണമെന്ന് മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച ശേഷം മന്ത്രി വാസവന് തീരുമാനിക്കാമെന്നായിരുന്നു പാർട്ടി നിർദ്ദേശം. മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിയാലോചനകൾക്ക് ശേഷമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ ജയകുമാറിനെ തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രി VN വാസവനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നും ഇക്കാര്യം അദ്ദേഹം പറഞ്ഞുവെന്നും തിങ്കളാഴ്ചയോടെ ഇത് സംബന്ധിച്ച ഉത്തരവിറങ്ങുമെന്നുമാണ് പ്രതീക്ഷയെന്നും ജയകുമാർ പറഞ്ഞു. ദേവസ്വം ബോർഡ് പ്രസിഡന്റായി എത്തുമ്പോൾ പ്രഥമ പരിഗണന ശബരിമല തീർത്ഥാടനത്തിനായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വല്ലാത്തൊരു സമയത്താണ് ഇപ്പോൾ ഈ നിയോഗം വന്നിരിക്കുന്നത്. വല്ലാത്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സീസണിങ് അടുത്തല്ലോ, 17-ാം തീയതി തുടങ്ങുകയാണ്. ഈ സീസൺ നന്നായിട്ട് നടത്താൻ, അതല്ലെങ്കിൽ പിൽഗ്രിമേജ് നന്നായിട്ട് നടത്താൻ എന്തെല്ലാം ചെയ്യണമോ ഒരു കുറ്റമറ്റ രീതിയിൽ നടത്തണം. അതാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ വന്ന് തൊഴുതു പോകുന്ന ഭക്തന്മാർക്ക് വളരെ സന്തോഷമായിട്ടുള്ളൊരു ദർശനം കിട്ടി, അല്ലെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് തോന്നത്തക്ക രീതിയിലുള്ള അങ്ങനെ ഒരു ദർശനം കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. കെ ജയകുമാർ നേരത്തെയും ശബരിമലയുടെ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. ദീർഘകാലം ശബരിമല ഹൈപ്പവർ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. 2 തവണ സ്പെഷ്യൽ കമ്മീഷണർ പദവി വഹിച്ചിട്ടുണ്ട്. ശബരിമല മാസ്റ്റർ പ്ലാൻ കമ്മിറ്റിയുടെ ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിലെ ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെയും അംഗം A അജികുമാറിന്റെയും കാലാവധി ഈ മാസം 12 വരെയാണ്. 16-ന് ശബരിമല മണ്ഡലകാലം ആരംഭിക്കാനിരിക്കെ കാലാവധി 2026 ജൂൺ വരെ നീട്ടാനായിരുന്നു നീക്കം. എന്നാൽ ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ നിലവിലെ ദേവസ്വം ബോർഡിനെതിരെ പരാമർശങ്ങളുണ്ടായതോടെയാണ് കാലാവധി നീട്ടാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിലവിലെ ബോർഡിനെയും പ്രതിക്കൂട്ടിലാക്കുന്ന വീഴ്ചകളിലേക്കും ഹൈക്കോടതി വിരൽ ചൂണ്ടിയിരുന്നു. ഈ സാഹചര്യത്തിൽ കാലാവധി നീട്ടി നൽകിയാൽ അത് തിരിച്ചടിയാകും എന്ന നിഗമനത്തിലാണ് സർക്കാരിന്റെ ഈ നീക്കം. മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ കെ ജയകുമാറിനെ ദേവസ്വം പ്രസിഡന്റായി നിയമിക്കുന്നതിലൂടെ നിലവിലെ പ്രതിസന്ധി മറികടക്കാനാകുമെന്ന വിശ്വാസത്തിലാണ് സർക്കാർ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കമ്മ്യൂണിസ്റ്റുകാർ ദൈവനിഷേധികളാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ക്ഷേത്രവും ദൈവവിശ്വാസവും ഇല്ലാതാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് പിണറായി വിജയൻ. അവർ ദേവാലയങ്ങൾക്കെതിരാണെന്നും മന്ത്രി പറഞ്ഞു. പുതിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. സീപ്ലെയിൻ വിഷയത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ പരാതി തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. പരാതിയുണ്ടെങ്കിൽ പരിഹരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. പരാതി ലഭിച്ചാൽ പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. കമ്മ്യൂണിസ്റ്റുകാർ ദൈവനിഷേധികളാണ്, ദൈവവിശ്വാസികളല്ല. അവർ ദേവാലയങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് അവർ നിരന്തരമായിട്ട് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും കാലഘട്ടത്തിൽ അവർ ദൈവവിശ്വാസത്തെ അനുകൂലിച്ചതായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ഈ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ കാര്യം എടുക്കുക, അദ്ദേഹം ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ദൈവവിശ്വാസിയാണ്
എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ദൈവവിശ്വാസത്തെ അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ടോ? എല്ലാ ക്ഷേത്രങ്ങളെയും, എല്ലാ ദേവാലയങ്ങളെയും, എല്ലാ മതങ്ങളെയും തകർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. സീ പ്ലെയിന് വേണ്ടി നമ്മുടെ പൈസ ഇല്ല, കേന്ദ്രത്തിൻ്റെ പൈസ ഇല്ല. അത് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം അനുസരിച്ചിരിക്കും. അവരുടെ റെപ്രസെൻറ്റേഷൻ കിട്ടിയാൽ, ആവശ്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെപ്പറ്റി പരിശോധിക്കും. കാരണം അത് സംസ്ഥാനത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ആ പരാതി കിട്ടിക്കഴിഞ്ഞാൽ സംസ്ഥാനമായിട്ട് സംസാരിക്കും. കേരളത്തിലെ ആദ്യ സന്യാസിനിയും TOCD സന്യാസിനി സഭാ സ്ഥാപകയുമായ ധന്യ മദർ ഏലീഷയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. എറണാകുളം വലാർപാടം ബസിലിക്കയിൽ നടന്ന പ്രഖ്യാപന ചടങ്ങുകൾക്ക് മലേഷ്യയിലെ പെനാങ് രൂപതയുടെ മെത്രാനായ കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മരിച്ച് 112 വർഷങ്ങൾക്ക് ശേഷമാണ് ധന്യ മദർ ഏലീഷയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചത്. ചടങ്ങിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. Elishua a Beata Virgine Maria in seculo Elishua Wakail. വിവരങ്ങൾ AT അശ്വതി നൽകും. കൊച്ചിയിൽ നിന്നും അശ്വതി, ധന്യമുഹൂർത്തം, രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. വിവരങ്ങൾ. അശ്വതി, ഇപ്പോഴും ചടങ്ങുകളുടെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം തന്നെ അവസാനിച്ചു. വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ധന്യ മദർ ഏലീഷയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നതിനുള്ള അഭ്യർത്ഥന നടത്തിയതോടുകൂടിയാണ് ഈ ചടങ്ങുകൾ ആരംഭിച്ചത്. കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് ലിയോ പാപ്പായെ പ്രതിനിധീകരിച്ചുകൊണ്ട് ധന്യ മദർ ഏലീഷയുടെ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപിക്കുകയായിരുന്നു ചെയ്തത്. വത്തിക്കാന്റെ ഇന്ത്യയിലെ അപ്പസ്തോലിക്ക പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലയോ പോർദോ ജിറലി, അദ്ദേഹമാണ് ഇതിൽ സന്ദേശം നൽകിയിട്ടുള്ളത്. അതിനുശേഷം മറ്റ് ചടങ്ങുകൾ ഉണ്ടായിരുന്നു. അത്യുന്ന കർദിനാൾ ഡോക്ടർ ഓസ്വാൾഡ് ഗ്രേഷ്യസ് വാഴ്ത്തപ്പെട്ട മദർ ഏലീഷയുടെ തിരുസ്വരൂപം അനാവരണം ചെയ്തു. തുടർന്ന് മദറിന്റെ തിരുശേഷിപ്പ് ഔദ്യോഗികമായി ഏറ്റുവാങ്ങി അൾത്താരയിൽ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത്. മറ്റ് പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ തന്നെയാണ് പുരോഗമിക്കുന്നത്. 1866 ഫെബ്രുവരി 13 കൂനമാവിൽ കർമ്മലീത്ത നിഷ്പാദക 3-ാം സഭ സ്ഥാപിക്കുകയും കേരള സഭയിൽ ആദ്യമായി പെൺകുട്ടികൾക്ക് സ്കൂളും ബോർഡിങ്ങും ഒക്കെ അനാഥ മന്ദിരവും ഒക്കെ ആരംഭിച്ചത് മദറായിരുന്നു. അങ്ങനെ സ്ത്രീ ശാക്തീകരണത്തില് കേരളത്തിൽ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ആളാണ്. ഈ ചടങ്ങുകൾ എന്തായാലും അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രയാണമാണ് ഇനിയുള്ളത്. മാത്രമല്ല, ഈ ചടങ്ങിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാവരും തന്നെ, അതെല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും ഒക്കെ പ്രതിനിധികൾ പങ്കെടുത്തു. മറ്റ് ക്രൈസ്തവ സഭാ പ്രതിനിധികളും ഇതിൽ പങ്കെടുത്തു. സഭയുടെ, ഈ നിലവിൽ സഭയുടെ എല്ലാ ആളുകളും വിശ്വാസികളും ഒക്കെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്തു. അശ്വതി. ശരി, വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും AT അശ്വതി നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. കേരളത്തിന് അനുവദിച്ച 3-ാം വന്ദേ ഭാരത് ട്രെയിൻ അടക്കം 4 ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂർ റൂട്ടിലാണ് ട്രെയിൻ സർവീസ് നടത്തുക. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ, സുരേഷ് ഗോപി, മന്ത്രിമാരായ P രാജീവ്, V അബ്ദുറഹ്മാൻ എന്നിവർ പങ്കെടുത്തു. एर्नाकुलम, बेंगलुरु, फिरोजपुर से दिल्ली और लखनऊ से सहारन वंदे भारत एक्सप्रेस ट्रेन सेवाओं का एक साथ शुभारंभ किया गया है. കേരളത്തിൽ നിന്നുള്ള യാത്രക്കാരുടെ ഏറെ നാളത്തെ ആവശ്യമാണ് സഫലമായത്. ഇനി കൊച്ചിയിൽ നിന്നും 9 മണിക്കൂർ കൊണ്ട് 608 കിലോമീറ്റർ പിന്നിട്ട് ബാംഗ്ലൂരിലെത്താം. അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന ആദ്യ വന്ദേ ഭാരത് ട്രെയിനാണ് ഇന്ന് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഓൺലൈനായിരുന്നു ഫ്ളാഗ് ഓഫ്. വന്ദേ ഭാരത് ട്രെയിൻ വികസിത ഭാരതത്തിലേക്കുള്ള ചുവടുവെപ്പാണെന്ന് ചടങ്ങിൽ സംസാരിച്ച ഗവർണർ പറഞ്ഞു. കുറച്ചു വർഷങ്ങൾക്കകം ഭാരതം വികസിത രാജ്യമാകുമെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. How Vikasit Bharat can be attained? All the train facilities, all the road facilities, all other traffic facilities, all the social facilities, all are to be improved. Then only we can have Vikasit Bharat. Vikasit Bharat is an all-round progress of the country. റെയിൽവേ വികസനത്തിന് റെക്കോർഡ് ബഡ്ജറ്റാണ് കഴിഞ്ഞ വർഷം കേരളത്തിന് ലഭിച്ചതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. റെയിൽപാത വളവ് നികത്തൽ, 4 വരിപ്പാതകൾ നിർമ്മിക്കൽ എന്നിവയ്ക്ക് സംസ്ഥാന സർക്കാർ ആവശ്യമായ നടപടികളെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഉച്ചയ്ക്ക് 2:20 എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് രാത്രി 11 മണിക്ക് ബാംഗ്ലൂർ സിറ്റിയിലെത്തുന്നതാണ് പുതിയ വന്ദേ ഭാരത്.
ബാംഗ്ലൂരിൽ നിന്ന് പുലർച്ചെ 5:10 പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തുമെത്തും. ആദ്യ യാത്രക്കിടെ സ്കൂൾ വിദ്യാർത്ഥികൾ ട്രെയിനിൽ RSS ഗണഗീതം ആലപിച്ചു. എളമക്കര സരസ്വതി വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഗണഗീതം പാടിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ ദക്ഷിണ റെയിൽവേ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയായിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. വന്ദേ ഭാരത് ട്രെയിനിൽ കുട്ടികൾ ഗണഗീതം പാടിയത് പ്രതിഷേധാർഹമെന്ന മുഖ്യമന്ത്രി. RSSന്റെ ഗാനം സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ റെയിൽവേയെ പോലും തങ്ങളുടെ വർഗീയ രാഷ്ട്രീയ പ്രചാരണത്തിനായി സംഘപരിവാർ ഉപയോഗിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. ദേശഭക്തി ഗാനമെന്ന കുറിപ്പോടെ ഈ ഗണഗീതം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച ദക്ഷിണ റെയിൽവേ സ്വയം പരിഹാസ്യരാകുന്നതിനൊപ്പം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ അപഹസിക്കുക കൂടിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോട്ടയം തിരുവഞ്ചൂരിൽ യുവതിയെ കെട്ടിയിട്ട് ആഭിചാരം നടത്തിയതിന്റെ ദൃശ്യങ്ങൾ അമൃത ന്യൂസിന് ലഭിച്ചു. യുവതിയുടെ ഭർതൃ സഹോദരിയാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ഈ മാസം 2 നടന്ന സംഭവത്തിൽ യുവതിയുടെ ഭർത്താവും ഭർതൃ പിതാവും അടക്കം 3 പേരെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. ഭർതൃ മാതാവ് ഒളിവിലാണ്. കോട്ടയം SH മൗണ്ട് സ്വദേശിനിയായ 24-കാരിക്കാണ് ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് ആഭിചാരത്തിന്റെ പേരിൽ ശാരീരിക ഉപദ്രവം നേരിടേണ്ടി വന്നത്. യുവതിയുടെ ദേഹത്ത് അമ്മയുടെ സഹോദരിയുടെ ആത്മാവ് കുടിയേറി എന്നാരോപിച്ചാണ് ആഭിചാരം നടത്തിയത്. ഈ മാസം 2-നായിരുന്നു സംഭവം. രാവിലെ 11 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ആഭിചാരക്രിയകൾ നടത്തിയത്. ഇതിനിടെ യുവതിയെ ബലമായി മദ്യം കുടിപ്പിക്കുകയും ബീഡി വലിപ്പിക്കുകയും ഭസ്മം കഴിപ്പിക്കുകയും ചെയ്തു. യുവതിയുടെ ശരീരത്തിൽ പൊള്ളലുമേൽപ്പിച്ചു. ആഭിചാരക്രിയകൾക്കിടെ യുവതിയുടെ കാലുകൾ പട്ടുപയോഗിച്ച് ബന്ധിക്കുകയും മുടിയിൽ ആണികൂട്ടി ചുറ്റിപ്പിടിക്കുകയും ഒടുവിൽ മുടിയുടെ അറ്റം മുറിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് യുവതിയുടെ മാനസിക നില തകരാറിലായി. വിവരമറിഞ്ഞ് യുവതിയുടെ പിതാവാണ് മണർകാട് പോലീസിൽ പരാതി നൽകിയത്. എന്നോട് പറഞ്ഞിട്ടില്ല, എൻ്റെ ദേഹത്ത് ഏതാണ്ട് ബാധയുണ്ട് കാര്യങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ ബാധയുണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. ഇവരെന്നെ കൊണ്ട് കള്ള് കുടിപ്പിച്ചെന്ന് ഇവർ പറഞ്ഞു, മദ്യപിച്ച് ബീഡി വലിപ്പിച്ചെന്ന് പറഞ്ഞു. ഇവരൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്. എനിക്ക് ആ സമയത്ത് ആ പട്ട് കെട്ടിക്കഴിഞ്ഞപ്പോൾ എന്താ ശരീരത്തിൽ എന്തോ പോലെ തോന്നിക്കഴിഞ്ഞപ്പം എനിക്ക് എന്നെ സംഭവിച്ചെന്ന് എനിക്ക് പിന്നെ അറിയത്തില്ല. കേസിൽ യുവതിയുടെ ഭർത്താവ് കോട്ടയം തിരുവഞ്ചൂർ സ്വദേശി അഖിൽ ദാസ്, ഇയാളുടെ പിതാവ് ദാസ്, ആഭിചാരക്രിയയ്ക്ക് നേതൃത്വം നൽകിയ പത്തനംതിട്ട സ്വദേശി ശിവദാസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരെ കോടതിയിൽ ഹാജരാക്കി. അഖിലിന്റെ സഹോദരി ആഭിചാരക്രിയകളുടെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയിരുന്നു. ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്ത ദൃശ്യങ്ങൾ പോലീസ് വീണ്ടെടുത്തു. അഖിൽ ദാസിന്റെ അമ്മയെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ടെങ്കിലും ഇവർ ഒളിവിലാണ്. അതേസമയം യുവതിയും അഖിലും തമ്മിൽ നിയമപരമായി വിവാഹം നടന്നിട്ടില്ല. അമൃത ന്യൂസ്, കോട്ടയം. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ പ്രസ്താവന തിരുത്തി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. രാഹുൽ മാങ്കൂട്ടത്തിലുമായി വേദി പങ്കിട്ടതിൽ തെറ്റു കാണുന്നില്ലെന്ന് പറഞ്ഞ മന്ത്രി, കുട്ടികൾക്ക് മാതൃകയാകേണ്ട വേദികളിൽ നിന്നും ആരോപണ വിധേയർ സ്വയം വിട്ടുനിൽക്കണമെന്നാണ് പിന്നീട് തിരുത്തിയത്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിഷയം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഗൗരവത്തോടെ കാണുന്നുവെന്നാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പുതിയ നിലപാട്. ലൈംഗികാരോപണം നേരിടുന്ന ഒരു വ്യക്തി കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ഉൾപ്പെടെ പങ്കെടുക്കുന്ന പൊതുപരിപാടിയുടെ വേദിയിലെത്തിയതുണ്ടാക്കുന്ന അതൃപ്തിയും ആശങ്കയും മനസ്സിലാക്കുന്നുവെന്ന് മന്ത്രി വ്യക്തമാക്കി. ഒരു ജനപ്രതിനിധിയെ നിയമപരമായി വേദിയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല. എന്നാൽ പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ചും കുട്ടികൾക്ക് മാതൃകയാകേണ്ട വേദികളിൽ ആരോപണ വിധേയരായ വ്യക്തികൾ സ്വയം വിട്ടുനിൽക്കുന്നതാണ് ഉചിതമെന്ന് മന്ത്രി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഭാവിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഇത്തരം പരിപാടികളിൽ വിദ്യാർത്ഥികളുടെയും പൊതുസമൂഹത്തിന്റെയും ആത്മവിശ്വാസത്തെയും ധാർമ്മിക ചിന്തകളെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തുമെന്നാണ് വാർത്താക്കുറിപ്പിലുള്ളത്. അതേസമയം ഇന്ന് രാവിലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി വേദി പങ്കിട്ടതിൽ ഒരു തെറ്റും കാണുന്നില്ലെന്നും രാഹുലിനെ തടയില്ലെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പ്രഖ്യാപിച്ചതായും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത്. അയാളുടെ മണ്ഡലത്തിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെ ഞങ്ങൾ തടയുന്ന പ്രശ്നം ഇല്ല, തടയാൻ ആഗ്രഹിക്കുന്നുമില്ല. അയാളുടെ വികസന പ്രവർത്തനത്തിന് അയാൾക്ക് പങ്കെടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ബോധപൂർവം ഒരു ശിക്ഷിക്കപ്പെട്ട വ്യക്തിയല്ല. ഒരു കേസെല്ലാം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. കോടതി ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ മനഃപൂർവ്വം നമ്മൾ ഇറക്കി വിടുന്നതോ അല്ലെങ്കിൽ നോട്ടീസ് പേര് വയ്ക്കാത്തതോ ഞങ്ങളുടെ സംസ്കാരം അങ്ങനെയല്ല. മന്ത്രിയുടെ ഈ പ്രസ്താവന വിവാദമായതോടെയാണ് മണിക്കൂറുകൾക്കകം മന്ത്രി നിലപാടിൽ മലക്കം മറിഞ്ഞത്.
അമൃത ന്യൂസ്, തിരുവനന്തപുരം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചതിനു ശേഷം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം വിളിച്ച് സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ ഖേൽക്കർ 13% എനിമറേഷൻ ഫോമുകൾ ഇതുവരെ വിതരണം ചെയ്തു കഴിഞ്ഞതായും പകുതിയിലധികം ആളുകൾ പൂരിപ്പിച്ച് തിരികെ നൽകിയതായും അദ്ദേഹം അറിയിച്ചു. കരട് വോട്ടർ പട്ടിക ഡിസംബർ 9 തന്നെ പ്രസിദ്ധീകരിക്കും. പാർട്ടി പ്രതിനിധികളുടെ സംശയങ്ങൾക്കും ചീഫ് ഇലക്ടറൽ ഓഫീസർ മറുപടി നൽകി. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ ആരംഭിച്ചതിന് ശേഷം 36 ലക്ഷം എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായും ഈ മാസം തന്നെ എല്ലാവരിലേക്കും ഫോമുകൾ എത്തിക്കാനാണ് ശ്രമിക്കുന്നതെന്നും സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. ഡിസംബർ 9 തന്നെ ആദ്യഘട്ട കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. BLOമാരുടെ ഏകോപനത്തിലെ അപാകതകൾ പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചത് പരിഹരിക്കും. ഓവർസീസ് ഇലക്ടേഴ്സിന് മാത്രമായി കോൾ സെന്റർ തുടങ്ങുമെന്നും രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. പിന്നെ ബൂത്ത് ലെവൽ ഓഫീസർ പോകുന്ന സമയത്ത് ബൂത്ത് ലെവൽ ഏജൻറ്റിനെ അറിയിക്കണമെന്നുള്ള ഒരു കോർഡിനേഷൻ ഇഷ്യൂസ് അവർ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മുടെ ജില്ലാ കളക്ടർമാരോട് പറഞ്ഞിട്ട് അത് നമുക്ക് പരിഹരിക്കാനുള്ളതേ ഉള്ളൂ. ഓവർസീസ് എലക്ടേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ബോധവൽക്കരണം ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ മീറ്റിംഗ്സ് ആവശ്യം വന്നാൽ അവരോട് നമ്മൾ ബന്ധപ്പെടും. അവർക്ക് വേണ്ടിയിട്ട് തന്നെ എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു കോൾ സെൻറ്റർ ഓവർസീസ് എലക്ടേഴ്സിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ തുടങ്ങുന്നതായിരിക്കും. ജനന സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് തുടങ്ങിയ രേഖകൾ ഹാജരാക്കുന്നതിലെ ബുദ്ധിമുട്ടാണ് ജനങ്ങളെ വലയ്ക്കുന്നത്. രേഖകളുടെ അഭാവത്തിൽ ആരും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചതോടൊപ്പം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ SIR നടപടികൾ നിർത്തിവെക്കണമെന്ന ആവശ്യവും ഭരണ പ്രതിപക്ഷ പാർട്ടി പ്രതിനിധികൾ ആവർത്തിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനൊരുങ്ങി കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസ്. ജില്ലാ പഞ്ചായത്തിലാകെ മത്സരിക്കുന്ന 14 ഡിവിഷനുകളിൽ ആദ്യഘട്ടത്തിൽ 7 ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 7 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ 3 വനിതകളും പട്ടികയിൽ ഇടം പിടിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ചിട്ടയായ പ്രവർത്തനം അനിവാര്യമാണെന്ന തിരിച്ചറിവിലാണ് കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസ്. നേരത്തെ തന്നെ UDF നേതൃത്വം മുന്നണിയിലെ ഘടകകക്ഷികൾക്കുൾപ്പെടെ നൽകേണ്ടുന്ന സീറ്റുകളെ സംബന്ധിച്ച് ധാരണയിലെത്തുകയും സീറ്റ് വിഭജനം പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെയാണ് കോൺഗ്രസ് മത്സരിക്കുന്ന ജില്ലാ പഞ്ചായത്തിലെ 14 ഡിവിഷനുകളിൽ 7 ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. എടച്ചേരി വത്സലകുമാരി T, കായക്കൊടി സജിഷ, മേപ്പയൂർ മുനീർ എരവത്ത്, ചാത്തമംഗലം അബ്ദുറഹ്മാൻ എടക്കുനി, കക്കോടി വിനയ ദാസ്, ബാലുശ്ശേരി VS അഭിലാഷ്, കാക്കൂർ അഡ്വക്കേറ്റ് സുദിൻ സുരേഷ് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. വളരെ സമാധാനപരമായി നടന്ന സ്ഥാനാർത്ഥി ചർച്ചയായിട്ടും അടിപിടി ഉണ്ടായി എന്ന തരത്തിൽ വാർത്ത നൽകിയതിൽ DCC അധ്യക്ഷൻ പ്രതിഷേധിച്ചു. വലിയൊരു പ്രതിഷേധം ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. എവിടെയാണ് അടി നടന്നത് ഞങ്ങൾക്കറിയില്ല. ദയവായി ഇത്തരം തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ കൊടുക്കരുത് എന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഇലക്ഷൻ നോട്ടിഫിക്കേഷന് മുമ്പ് തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധിക്കുന്നത് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഞങ്ങൾക്ക് ആദ്യമാണ്. ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനവും UDFനകത്തുള്ള ഐക്യവുമാണ്. ജില്ലാ പഞ്ചായത്തിലാകെയുള്ള 28 ഡിവിഷനിൽ 14 ഡിവിഷനിൽ കോൺഗ്രസും 11 ഡിവിഷനിൽ മുസ്ലിം ലീഗും ഓരോ ഡിവിഷനിൽ വീതം CMPയും കേരള കോൺഗ്രസും RMPയും മത്സരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള UDF സീറ്റ് വിഭജനവും നേരത്തെ തന്നെ പൂർത്തിയായതാണ്. 76 ഡിവിഷനുകളിൽ കോൺഗ്രസ് 49 സീറ്റിലും മുസ്ലിം ലീഗ് 25 സീറ്റിലും 2 സീറ്റിൽ CMPയും മത്സരിക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ പൂർത്തിയാക്കിയാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആദ്യമേ തന്നെ കളം പിടിക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലിലാണ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം. അമൃത ന്യൂസ്, കോഴിക്കോട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം കളവ് പോയ സംഭവത്തിൽ ജീവനക്കാരുടെ നുണപരിശോധന നടത്താൻ ഉത്തരവിട്ട് കോടതി. 6 ജീവനക്കാരുടെ നുണപരിശോധന നടത്താനാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. കഴിഞ്ഞ മെയ് 7-നും 10-നും ഇടയിലാണ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ കതകുകൾ സ്വർണം പൂശുന്നതിനായി സ്ട്രോങ് റൂമിൽ നിന്നും പുറത്തെടുത്ത 13 പവനോളം വരുന്ന സ്വർണ്ണദണ്ട് കാണാതായത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ സ്വർണ്ണദണ്ട് ക്ഷേത്രമുറ്റത്തെ മണൽപ്പരപ്പിൽ നിന്നും കണ്ടെത്തിയെങ്കിലും ജീവനക്കാരുടെ അറിവോടെയാണ് സ്ട്രോങ് റൂമിൽ നിന്നെടുത്ത സ്വർണം കാണാതായതെന്നാണ് കേസെടുത്ത ഫോർട്ട് പോലീസിന്റെ വിലയിരുത്തൽ. തുടർന്നാണ് 6 ജീവനക്കാരുടെ നുണപരിശോധനയ്ക്കായി പോലീസ് കോടതിയെ സമീപിച്ചത്. 6 പേരുടെയും നുണപരിശോധന നടത്താൻ തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു. പടി അസിസ്റ്റന്റ്, പടി മാനേജർ, 2 ജീവനക്കാർ എന്നിവർ ഉൾപ്പെടെയാണ് നുണപരിശോധനയ്ക്ക് വിധേയരാകുന്നത്. പരിശോധനയ്ക്ക് മുമ്പ് അനുമതി പത്രം വാങ്ങണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
വയനാട്ടിൽ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ മദ്യപിച്ച് പോലീസ് സ്റ്റേഷനിലെത്തിയ യുവാവ് SHO അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷനിലാണ് സംഭവം. കോട്ടയം വെള്ളൂർ പാമ്പാടി ചിറയത്ത് വീട്ടിൽ ആൻസ് ആന്റണിയാണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയാണ് സംഭവം. ആൻസ് ആന്റണിയുടെ സഹോദരിയുടെ മകനെതിരെ മറ്റൊരു സ്ത്രീ സുൽത്താൻ ബത്തേരി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇത് അന്വേഷിക്കാൻ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് ആൻസ് ആന്റണി പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതായി പറയുന്നത്. മദ്യലഹരിയിൽ ഇയാൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പാറാവുകാരനെയും DD ചാർജുള്ള ഉദ്യോഗസ്ഥരെയും SHOയെയും അസഭ്യം പറയുകയും മർദ്ദിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നുമാണ് പോലീസ് പറയുന്നത്. നല്ലതാണ്. അവര് മദ്യപിച്ചാണ് വന്നത്. ഇന്നലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന DD ചാർജും പാറാവിനെ അവർ കയ്യേറ്റം ചെയ്തു. അത് ചോദ്യം ചെയ്യാൻ തന്ന SAയും CAയും അവർ അടിച്ചു. അങ്ങനെ അവർക്ക് പരിക്കുണ്ട്. അപ്പോൾ അത് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. അസഭ്യം പറഞ്ഞു. അങ്ങനെ സമൂഹത്തിന്റെ സംരക്ഷകരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവനൊക്കെ എന്റെ നാട്ടിൽ ചെയ്യാന്നാണ് ചിന്തിക്കുന്നത്. അതിന് നമ്മൾ കേസെടുത്തിട്ടുണ്ട്. അപ്പം അവനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കോടതി കൊണ്ടുപോകും. സ്റ്റേഷനിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഇയാളെ പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ചാണ് കീഴ്പ്പെടുത്തിയത്. അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ ആൻസ് ആന്റണിയെ റിമാൻഡ് ചെയ്തു. അമൃത ന്യൂസ്, വയനാട്. പുരുഷന്മാർ ഇല്ലാത്ത വീടുകളിൽ കയറി പോലീസ് ഭീഷണിപ്പെടുത്തുന്നത് ഇനിയും കൈയും കെട്ടി നോക്കിയിരിക്കാനാകില്ലെന്ന് താമരശ്ശേരി ഫ്രഷ് കട്ട് സമരസഹായ സമിതി നേതാക്കൾ. നിരപരാധികളെ വേട്ടയാടാൻ പോലീസിനെ അനുവദിക്കില്ല. വീടുകളിൽ കയറിയുള്ള പോലീസ് നടപടിക്കെതിരെ ചൊവ്വാഴ്ച വൈകിട്ട് താമരശ്ശേരി അങ്ങാടിയിൽ ഐക്യദാർഢ്യ റാലി നടത്തുമെന്നും സമരസഹായ സമിതി അറിയിച്ചു. അമ്പായത്തോട് ഫ്രഷ് കട്ട് അറിവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ സമരം ശക്തമായതോടെ പിന്തുണയുമായി രാഷ്ട്രീയ പ്രതിനിധികളും രംഗത്ത്. രാഷ്ട്രീയ പ്രതിനിധികളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സമരസഹായ സമിതിയാണ് സമരക്കാർക്കൊപ്പം ചേർന്നത്. സമരത്തിൽ പങ്കെടുത്ത പുരുഷന്മാർ പോലീസ് നടപടിയെ തുടർന്ന് ഒളിവിലാണ്. സ്ത്രീകളും കുട്ടികളും മാത്രമുള്ള വീടുകളിൽ കയറിയുള്ള പോലീസ് നടപടിയെ പ്രതിരോധിക്കുമെന്ന് ഫ്രഷ് കട്ട് സമരസഹായ സമിതി നേതാക്കൾ വ്യക്തമാക്കി. ഇനിയും പോലീസ് തികച്ചും നിരപരാധികളായിട്ടുള്ള ആളുകളുടെ വീടുകളിൽ അസമയത്ത് കയറി പരിശോധന നടത്തിയാൽ ആ പ്രദേശത്ത് ഇപ്പോൾ സ്ത്രീകളും കുട്ടികളും അവശേഷിക്കുന്നുള്ളൂ. പുരുഷന്മാരെല്ലാം ഒളിവിലാണ്. ആ പ്രദേശത്തുള്ള സ്ത്രീകളെയും കുട്ടികളെയും ഉപയോഗപ്പെടുത്തി പോലീസിനെ തടയാൻ തീരുമാനമെടുക്കുകയാണ്. നിരപരാധികളെ വേട്ടയാടുന്ന പോലീസ് നടപടിക്കെതിരെ 11-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് താമരശ്ശേരി അങ്ങാടിയിൽ ഐക്യദാർഢ്യ റാലി നടത്തും. 5000 പേരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ബഹുജന റാലി നടത്തുകയെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഭരണ പ്രതിപക്ഷ ഭേദമന്യേ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളുടെയും പിന്തുണ ഉറപ്പാക്കിയതായും സമരസഹായ സമിതി വ്യക്തമാക്കി. അമൃത ന്യൂസ്, കോഴിക്കോട്. താൻ നേതൃത്വം നൽകുന്ന സഹകരണ ബാങ്കിൽ നിന്നും വായ്പ എടുത്തവർ തുക തിരിച്ചടയ്ക്കാത്ത പക്ഷം വായ്പ എടുത്ത നേതാക്കളുടെ പേരുകൾ ഉടൻ വെളിപ്പെടുത്തുമെന്ന് ആവർത്തിച്ച് BJP നേതാവ് MS കുമാർ. നേരത്തെ ഫേസ്ബുക്കിൽ നടത്തിയ പ്രതികരണം ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. താൻ BJP നേതാവല്ലെന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷിന്റെ പ്രസ്താവനയും MS കുമാർ പരിഹസിച്ചു. അല്ല, അനിലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തവരും നിക്ഷേപങ്ങൾ മടക്കി വാങ്ങാൻ വരുന്നവരോടുള്ള നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഈ നിക്ഷേപകരോട്. അപ്പോൾ ആ ഒരു പ്രതിസന്ധിയാണ് അനിൽ നേരിട്ടത്. അതേ അവസ്ഥയാണ് ഞാൻ നേരിടുന്നതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ BJPക്കാരുടെ എല്ലാ പേരും വെളിപ്പെടുത്തുമെന്നും പറഞ്ഞില്ല. നേതാക്കളായിട്ടുള്ളവരുടെ അല്ല, BJP പ്രവർത്തകർ, സാധാരണ പ്രവർത്തകർ ഒരുപാട് പേരുണ്ട്. ലോണുകൾ അടയ്ക്കാത്തത് വർഷങ്ങളോളം. ഇപ്പം നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ് ലോൺ എടുക്കുന്നത്. തിരിച്ചടയ്ക്കാനും ഒരു പരിധി വരെ ഒരു കൃത്യ സമയം വരെ ആകാം. പക്ഷേ ഇത്രയും പ്രതിസന്ധി നേരിടുന്ന ഒരു സംഘത്തിൽ ഉത്തരവാദിത്തമുള്ള നേതാക്കളായിരിക്കുന്നവർ പൈസ അടയ്ക്കണ്ടേ? അത് ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ. അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഞാൻ എന്തായാലും വെളിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് അപ്പോൾ നിശ്ചിത സമയമാവട്ടെ. അടയ്ക്കുന്നില്ലെങ്കിൽ നോക്കാം. അത് എന്നെ അറിയാറില്ല, പരിപാടിക്ക് അറിയാറില്ല. ഇനി എന്താണെന്ന് അറിയില്ല. റേഷൻ മുടക്കിയിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. ഇനി റേഷനും ഗ്യാസും എല്ലാം കിട്ടുമെങ്കിൽ കുഴപ്പമില്ല. പറയുന്ന ആൾ നേതാവായതുകൊണ്ട് എനിക്ക് പരാതിയില്ല. വിധിയോട് പടപൊരുതുകയാണ് ആലപ്പുഴ ചെങ്ങന്നൂർ ചെറിയനാട് സ്വദേശി ലക്ഷ്മി രാജേഷ്. കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ വേണ്ടിവരുമെന്ന് ലക്ഷ്മിയെയും കുടുംബത്തെയും പ്രതിസന്ധിയിലാക്കുന്നു. പണമില്ലാത്തതിനാൽ ചികിത്സയും മുടങ്ങിയ സാഹചര്യമാണ്. ഇതാണ് ലക്ഷ്മി. വിധി കരൾ രോഗത്തിന്റെ രൂപത്തിൽ വില്ലനായി എത്തിയപ്പോൾ ചികിത്സയ്ക്ക് പണമില്ലാതെ ജീവിതം വഴിമുട്ടിയ ഒരു സാധാരണ കുടുംബത്തിലെ വീട്ടമ്മ. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയതോടെ ചികിത്സാ ചെലവിന് ലക്ഷങ്ങൾ വേണ്ടിവരുമെന്നത് പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഈ കുടുംബത്തെ. 1 വർഷം മുൻപ് കഠിനമായ വയറുവേദനയും ഛർദിയെയും തുടർന്ന് ചികിത്സ തേടിയപ്പോഴാണ് തനിക്ക് കരൾ രോഗം പിടിപെട്ടെന്ന സത്യം ലക്ഷ്മി തിരിച്ചറിയുന്നത്. ലിവറിന് ട്യൂമറാണ്. പല വലുപ്പത്തിലുള്ള പല ട്യൂമേഴ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോവുകയും അവിടെ ടെസ്റ്റുകളെല്ലാം ചെയ്തപ്പോൾ
ഇത് ഇനി ഒത്തിരി നാൾ ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇതൊരു ക്യാൻസർ ടൈപ്പ് ട്യൂമറും പിന്നെ അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്, വലിപ്പം കൂടുതലുള്ളതുകൊണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ പിന്നീട് ഇപ്പം ഫർദർ ട്രീറ്റ്മെൻറ്റിന് പോയേക്കുന്നത് അമൃതയിലാണ്. അമൃതയിൽ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു. എൻ്റെ അമ്മയാണ് എനിക്ക് കരൾ തരുന്നത്. പക്ഷേ ഇതിന് ഏകദേശം ഒരു 52 ലക്ഷം രൂപയോളം ചിലവ് വരും. വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയെങ്കിലും അവിടെ ചികിത്സ ലഭ്യമല്ലാത്തതിനാൽ കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സ തേടി. ശസ്ത്രക്രിയയ്ക്ക് മാത്രമായി വേണ്ടിവരുന്നതാകട്ടെ 26 ലക്ഷത്തോളം രൂപയാണ്. ഈ തുക ലക്ഷ്മിയുടെ കുടുംബത്തിനെ സംബന്ധിച്ച് അപ്രാപ്യമാണ്. പെയിന്റിംഗ് തൊഴിലാളിയായ രാജേഷും പക്ഷാഘാതം വന്ന രാജേഷിന്റെ മാതാവ് ഓമനയും 7ഉം 2ഉം വയസ്സുള്ള ലക്ഷ്യ, ഋതിക എന്നീ 2 പെൺകുട്ടികളും അടങ്ങുന്നതാണ് ലക്ഷ്മിയുടെ കുടുംബം. ഒരു വർഷക്കാലമായി ഞങ്ങൾ ചികിത്സയിലാണ്. ഒരു കൂലിപ്പണിക്കാരനാണ്. എന്നെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഒരു ചെലവാണ് വരുന്നത്. സന്മനസ്സുകളുടെ സഹായം തേടുന്നു. കരൾ ദാതാവിനെ സമീപിച്ച സാഹചര്യത്തിൽ ഇതിനും ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരുമെന്നറിഞ്ഞ് ലക്ഷ്മിയുടെ മാതാവ് കെ പുഷ്പകുമാരി തന്റെ കരൾ മകൾക്ക് പകുത്തു നൽകാൻ തയ്യാറെടുക്കുകയാണിപ്പോൾ. രാജേഷ് തന്റെ സഹോദരിയുടെ വിവാഹാവശ്യങ്ങൾക്കായി അടുത്തുള്ള ജില്ലാ സഹകരണ ബാങ്ക് ശാഖയിൽ നിന്നും വീട് പണയപ്പെടുത്തിയെടുത്ത തുകയ്ക്ക് പുറമെ അമ്മയുടെ ചികിത്സയ്ക്കായുള്ള തുകയും മറ്റും എങ്ങനെ കണ്ടെത്തുമെന്ന ഭീതിയിലുമാണ്. ഡിസംബർ 16-നാണ് ലക്ഷ്മിയുടെ ശസ്ത്രക്രിയയ്ക്കായി ഡോക്ടർമാർ ദിവസം നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അമൃത ന്യൂസ്, ആലപ്പുഴ. വാർത്താസമ്മേളനത്തിലെ അധിക്ഷേപ ചോദ്യത്തിൽ നടി ഗൗരി കിഷനോട് ഖേദം പ്രകടിപ്പിച്ച യൂട്യൂബർ കാർത്തിക് ഗൗരി കിഷനെ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും ഗൗരിക്ക് മനോവിഷമമുണ്ടായെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും കാർത്തിക് പറഞ്ഞു. അതേസമയം തന്റെ നടപടിയെ ന്യായീകരിക്കുക കൂടി ചെയ്യുന്നുണ്ട് കാർത്തിക്. ബോഡി ഷെയ്മിംഗ് നടത്തിയിട്ടില്ലെന്നും ചോദ്യം തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുമാണ് കാർത്തികിന്റെ ന്യായീകരണം. വീഡിയോയിലൂടെയാണ് പ്രതികരണം. വിമർശനം കടുത്തതോടെയാണ് ഖേദം പ്രകടിപ്പിച്ച് കാർത്തിക് രംഗത്തെത്തിയത്. 3 ദിവസത്തെ സന്ദർശനത്തിനായി UAE-യിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ അബുദാബിയിൽ ഊഷ്മള സ്വീകരണം. UAE മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ മുഖ്യമന്ത്രി അബുദാബിയിൽ സ്വീകരിച്ചു. കൊട്ടാരത്തിലെത്തിയ മുഖ്യമന്ത്രിക്ക് ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാന്റെ നേതൃത്വത്തിൽ ഊഷ്മള സ്വീകരണമാണ് നൽകിയത്. ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക്, UAE-യിലെ ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ദീപക് മിത്തൽ, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി എന്നിവരും സന്നിഹിതരായിരുന്നു. ഓസ്ട്രേലിയക്കെതിരായ T20 പരമ്പര ഇന്ത്യക്ക് 5ാം മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ടോസ് നഷ്ടമായി ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 4.5 ഓവറിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ 52 റൺസ് എടുത്തു നിൽക്കുമ്പോഴാണ് മഴ മൂലം മത്സരം നിർത്തിവെച്ചത്. 16 പന്തിൽ 29 റൺസുമായി ശുഭ്മാൻ ഗില്ലും 13 പന്തിൽ 23 റൺസുമായി അഭിഷേക് ശർമ്മയുമായിരുന്നു ക്രീസിൽ. പിന്നീട് കനത്ത മഴ തുടർന്നതിനാൽ പുനരാരംഭിക്കാനായില്ല. ഇതോടെ മത്സരം ഫലമില്ലാതെ ഉപേക്ഷിക്കുകയായിരുന്നു. ഇന്ത്യയുടെ അഭിഷേക് ശർമ്മയാണ് പരമ്പരയിലെ താരം.